സത്യം പറഞ്ഞ അവിടെ നടക്കുന്നൊന്നും കാണാനും കേൾക്കാനും ശക്തിയില്ലാത്തതുകൊണ്ടാണ് മാഷേ ഞാനിങ്ങ് പോകുന്നത്. ആ കുടുംബം ഇങ്ങനെ നശിച്ചു തീരുന്നത് കാണാൻ എനിക്ക് വയ്യ. ആ കുടുംബം നശിക്കാതെ സൂക്ഷിക്കേണ്ടത് സുശീല തന്നെയല്ലേ ഭാനുമേ. അവൾക്ക് സ്വന്തം കുടുംബം നിലനിന്ന് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുടുംബം തകർന്നു പോയതുകൊണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കള് 3 പേരും 3 വഴിക്ക് പോകും, അത്ര തന്നെ. ആ ഇതിലും നല്ലതാ. അവനവന്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാലോ. അമ്മയുടെ സ്ഥാനത്ത് ആരാച്ചാരുടെ മനസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ സ്ത്രീ അച്ഛനെ കാണാൻ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് തോന്നി അവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുവാണെന്നുള്ളത്. എന്നാലും വിച്ചുമോന്റെ ബർത്ത്ഡേ ആയ ദിവസം തന്നെ അവർക്ക് പിച്ചച്ചട്ടി എടുക്കാൻ തോന്നിയല്ലോ. അതുകൊണ്ടല്ലേ ഇന്ദ്രേട്ടനും അനുശേഷിക്ക് ഇതൊക്കെ നേരിട്ട് കാണേണ്ടി വന്നു. ഇനി അവരെന്തൊക്കെ കാണാനിരിക്കുന്നു മോളെ. ആ കുടുംബത്തിൽ ഇനി ഒരു വിശേഷവും ആഘോഷിക്കാൻ സുശീല സമ്മതിക്കില്ല. അപ്പോ ഇതൊക്കെ ചെയ്തിട്ടും സുശീല ആന്റി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നാണോ ഭാനുമ്മ പറയുന്നത്? പോകാതെ അവൾ എന്ത് ചെയ്യും മോളെ? സുശീലെ പോലെ ഒരുത്തിയെ ആരെങ്കിലും 2 ദിവസത്തിലധികം കൂടെ നിർത്തുവോ? ഹർഷ നിർത്തും. അവളല്ലേ ആ സ്ത്രീയെ ഇതുവരെ കൊണ്ടു നടന്നതും അവരെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതും. ഇപ്പോഴും ആ സ്ത്രീയെ കൂടെ നിർത്തിയിരിക്കുന്നത് ഹർഷ തന്നെ. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവിളി. ഇതൊരു കലാശക്കൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാള് പിച്ചെടുത്ത് പോവാന്ന് പറഞ്ഞ അയാളുടെ നല്ല കാലം കഴിഞ്ഞു എന്നാണ് അർത്ഥം. സുശീല ആ വഴി സ്വയം തെരഞ്ഞെടുത്ത അവളുടെ ആ ധാർഷ്ട്യം ദൈവം കാണാതിരിക്കോ ഭാനുമേ? ദൈവത്തിന് നിരക്കാത്ത എന്തൊക്കെയാ ഇത്രയും കാലത്തിനിടയിൽ സുശീല ചെയ്തു കൂട്ടിയത് മാഷേ. എന്നിട്ട് ഇതുവരെ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവളുടെ കാര്യത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല മാഷേ. സുശീലയുടെ മക്കൾക്കും മരുമക്കൾക്കും കഷ്ടപ്പെടാനും മാനം കെടാനുമാണ് യോഗമെങ്കിൽ സുശീല വീണ്ടും പന പോലെ വളർന്നുകൊണ്ടേയിരിക്കും.